ശ്രീ അജിത് വന്യൂർ, ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടും. ഒന്ന് ബംഗാളി അസ്മിത, അതുപോലെ തന്നെ അവിടുത്തെ ഭദ്രാലോകം, ചിന്തിക്കുന്ന ആൾക്കാർ, ബുദ്ധിജീവി വർഗം. ബംഗാളിൻ്റെ സംസ്കാരത്തിലും അതുപോലെ തന്നെ ബംഗാളിലെ അതിൻ്റെ ഭാഗധേയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒന്നാണ് ഈ ഭദ്രാലോക്. ഈ ഭദ്രാലോക് ഇപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു? അവർക്ക് BJP യോട് ഒരു വിരോധം നേരത്തെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഈ ഭദ്രാലോകം എന്ന് പറയുന്നത് വെറും ബുദ്ധിജീവികൾ, നമ്മളിവിടുത്തെ ഒരു ടിപ്പിക്കൽ ബുദ്ധിജീവികളല്ല, അല്ല, ഒരു എലീറ്റ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. വെറും ബുദ്ധിജീവികളല്ല. അത് അതിനകത്ത് ഈ സാധാരണ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാർ, സംഗീതജ്ഞർ, അങ്ങനെയുള്ള ടീമുണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപകർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ആളുകൾ, റിസർച്ച് അങ്ങനെ ഗവേഷണം നടത്തുന്ന ചെറുപ്പക്കാർ, അവരെല്ലാവരും ഈ ഭദ്രാലോക് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഒരു മിഡിൽ ലെവൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഭദ്രാലോക് എന്ന് പറയുന്ന വിഭാഗം. ഈ വിഭാഗത്തെ BJPയിൽ നിന്ന് അകറ്റി നിർത്തിയത് BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണ്. അതുകൊണ്ട് അതിനൊരു അസ്പൃശ്യത, ഒരു അയിത്തം എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക്, അതായത് ബംഗാൾ എന്ന് പറയുന്നത് മതേതരത്വത്തിനും നമ്മുടെ ബൗദ്ധികമായ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. അപ്പം ആദ്യം മുതൽ തന്നെ BJPക്കെതിരായൊരു പ്രചാരം എന്ന് പറയുന്നത് ഈ മതേതരത്വത്തിന് വെല്ലുവിളിയായിട്ടുള്ള, അതായത് ഒരു ഹിന്ദുത്വം, ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ്. അതുകൊണ്ട് അതിനെ ബംഗാളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ആദ്യം മുതലേ അവരെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 3-ൽ നിന്ന് 77-ലേക്ക് BJP വളർന്നു വന്നത്. അത് ഈ പറഞ്ഞതുപോലെ അവിശ്വസനീയമായൊരു തരംഗമാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഇനിയൊരു, പ്രത്യേകിച്ച് ഈ 2ാം ഘട്ടത്തിൽ ഇങ്ങനൊരു തരംഗം സാധ്യമല്ല എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-ൽ നിന്ന് ഒറ്റയടിക്ക് 77-ലേക്ക് വളർന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് അസാധ്യമാണ് എന്ന് അവിടുത്തെ ആരും വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ഭദ്രാലോകിൻ്റെ ചിന്താഗതിയിൽ ഇപ്പോൾ ഒരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് മാത്രമല്ല, RG കൗർ അടക്കമുള്ള, സന്ദേശ് കാലി അടക്കമുള്ള അതിക്രമങ്ങൾ എന്ന് മാത്രമല്ല, ആ അതിക്രമങ്ങളിൽ പ്രതിയായിട്ടുള്ള TMC ഭാരവാഹികൾ, നേതാക്കൾ അടങ്ങുന്ന ടീം, അല്ലെങ്കിൽ മമതയുടെ നേരിട്ടുള്ള പ്രതിനിധികൾ, അവരാണ് ഈ ഇതിനകത്ത് കേസിലൊക്കെ പെട്ടില്ല. RG കൗറിലൊക്കെ വച്ചിരിക്കുന്നത് സർക്കാരിന് പുറത്തുനിന്ന് ആ മെഡിക്കൽ കോളേജിൻ്റെ നിയന്ത്രണത്തിനായി ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്, OSD എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരാളാണ് 1-ാം പ്രതിയായിട്ട്, തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ അവരടക്കമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന പോലെ സുപ്രീം കോടതി വരെ പോയി അവരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അപ്പം ചെയ്തു എന്നുള്ളതിനപ്പുറം അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ചെയ്തില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം അവർ നടത്തുകയും ചെയ്തു. സന്ദേശ് കാലിയിലും അതുപോലെയാണ്. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നു, പാർട്ടിയുടെ ഫണ്ട് റൈസറായിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മമത നേരിട്ടിടപെട്ട് അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അവസാനം CBI, രാജ്ഭവനും ലോക്ഭവൻ അന്നത്തെ ഗവർണറും നേരിട്ടിടപെട്ട് കേന്ദ്ര ഏജൻസികളുമായിട്ട് ഇടപെട്ട് വന്നതിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിച്ചത്. അറസ്റ്റ് ചെയ്തിട്ട് പോലും വീണ്ടും അവിടെ നിന്ന് ജാമ്യം കൊടുപ്പിക്കാനായിട്ട് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തു. അപ്പോൾ ഈ തരത്തിൽ ഈ ഷാജഹാൻ ഷെയ്ഖിനെ പോലൊരാൾക്ക് ഈ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഇങ്ങനൊരു കാര്യം, ഇരുണ്ട നൂറ്റാണ്ടുകളിൽ നടന്ന പോലെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും സോഷ്യൽ എഞ്ചിനീയറിങ്ങും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന വാഴികൾ, നാടുവാഴി സമ്പ്രദായം നിലനിരുന്ന സമയത്ത് കൊല്ലും കൊലയുമായി നിലനിന്ന മാടമ്പി സമൂഹം, ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് നടന്നിരുന്ന ഒന്ന് നക്സലൈറ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഈ പറയുന്ന ഭദ്രാലോകവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഓരോ ഗ്രാമത്തിലെ ഓരോ സ്ത്രീകളെയും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരുന്ന ഒരു ഗുണ്ടാ സംഘവുമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു സാമാജികനായിട്ട് എങ്ങനെ അവിടെ വിലസാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും നമ്മളെ ഈ പരിഷ്കൃതമായിട്ടുള്ള ബംഗാളിൽ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഈ പറയുന്ന സിൻഡിക്കേറ്റ് രാജ് എന്ന് പറയുന്നത്. അതൊരു സിൻഡിക്കേറ്റാണ്. അവർ കൊല്ലും കൊലയ്ക്കുള്ള അധികാരം ഈ ഒരു സിൻഡിക്കേറ്റിന് കൊടുക്കുന്നു. അവിടെ ഭരണ സംവിധാനം നിശ്ചലമാണ്, നിശബ്ദമാണ്. അവരൊന്നും ഇതിനകത്ത് ഇടപെടില്ല.
അത് അവരുടെ ഒരു സിൻഡിക്കേറ്റിൻ്റെ നിയന്ത്രണം അനുസരിച്ചിട്ടാണ് അവിടെ ഭരണം നടക്കുന്നത്. ഇവിടെ പണ്ടത്തെ സെൽ ഭരണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സിൻഡിക്കേറ്റ് ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഇത്തരത്തിലുള്ള ആളുകളെ അവർ അപ്പോൾ ഇവരാണ് ഈ വോട്ട് ബൾക്കായിട്ട് ശേഖരിക്കുക, ഫണ്ട് റേസ് ചെയ്യുക, പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സിൻഡിക്കേറ്റുകൾ ഈ ഷെയ്ഖ് ഷാജഹാനെ പോലെ നിരവധി ഷാജഹാൻമാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അവർ ഇനിയിപ്പം ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഭദ്രാലോകം എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഉയർന്ന ഒരു സാംസ്കാരിക നിലവാരമൊക്കെ ഉള്ള ആളുകൾ ചിന്തിച്ചിരുന്നത്. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാനമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രസിഡൻസി കോളേജ്, ജാദവ്പൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആളുകൾ പോയി പഠിച്ച് ഡിഗ്രി എടുത്തിരുന്ന യൂണിവേഴ്സിറ്റികളാണ്, വലിയ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ. അവയുടെ എല്ലാം നിലവാരം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്, വെറും രാഷ്ട്രീയ നിയമനം, വളരെ നിലവാരം കുറഞ്ഞ അധ്യാപകർ, വൈസ് ചാൻസലർമാരെ നിയമിച്ച് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർന്നു. കേരളത്തിലെ പോലെ തന്നെ +2 കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. കോളേജുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പിന്നെ പണ്ടത്തെ പോലുള്ള ഗവേഷണ പ്രബന്ധങ്ങളും വളരെ കോളിളക്കം സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ആ രംഗം പോയി. സാംസ്കാരിക രംഗവും അതുപോലെ തന്നെ വളരെ കലുഷിതമാണ്. അപ്പം ഈ കാര്യങ്ങൾ പിന്നെ ഉള്ളത് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 7ാം ശമ്പള കമ്മീഷൻ എത്രയോ കാലമായിട്ട് കിട്ടാതിരുന്ന ആനുകൂല്യങ്ങൾ, കുടിശ്ശിക, DA കുടിശ്ശിക, വർഷങ്ങളുടെ DA കുടിശ്ശിക കിടപ്പുണ്ട്. അപ്പം അത് കിട്ടാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ കേരളത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1/3 ശമ്പളം കുറവാണ് അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്. അവിടെ ജോലിയിൽ ആദ്യം പ്രവേശിക്കുന്ന ആൾക്ക് പരമാവധി കിട്ടുന്ന ഒരു 15,000 രൂപ സാലറിയാണ്. ഇവിടെ 30,000 രൂപ കിട്ടും, പകുതിയാണ്. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒരു അഡീഷണൽ സെക്രട്ടറി, ഞാനത് കമ്പയർ ചെയ്തു, കിട്ടുന്ന സാലറിയും അവിടെ കിട്ടുന്നൊരു സാലറിയും തമ്മിൽ ഒരു 15,000 രൂപയുടെ വരെ വ്യത്യാസമുണ്ട്. അപ്പം വളരെ കാലമായി ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. അവർക്കുള്ള DA കുടിശ്ശികൾ, കേന്ദ്രം പ്രഖ്യാപിക്കുന്ന DA കുടിശ്ശികൾ സമയത്ത് കൊടുക്കുന്നില്ല. പിന്നെ അവർക്ക് അധികാരങ്ങളുമില്ല. അവിടെയും ഈ പറഞ്ഞ ഒരു സിൻഡിക്കേറ്റാണ് ഭരണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവരും അസംതൃപ്തരാണ്. അപ്പം ഇത് ഈ കൽക്കട്ട പോലുള്ള ഇപ്പം 2ാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ഈ ഭദ്രാലോക് കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭദ്രാലോകിൻ്റെ ഒരു പ്രതികരണത്തിലാണ് TMC അവിടെ ഭൂരിപക്ഷം അവരുടെ ഒരു കേന്ദ്രമാക്കിയത് നിലനിർത്തിയിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ അത്ര ഭദ്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ്. ഓക്കെ, അത് തീർച്ചയായിട്ടും അവരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. കാരണം ഒരു മധ്യവർഗത്തിൻ്റെ പ്രതിനിധികളാണത്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ SIR അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലും കൂടുതലായിട്ട് ഇത്രയും നാൾ ഭരിച്ചു കഴിയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു തീർച്ചയായിട്ടും ഒരു പ്രതിച്ഛായയ്ക്ക് ഇടിവ് തട്ടിക്കും. പക്ഷേ മമതയ്ക്ക് അസാധാരണ ഒരു കഴിവുണ്ട്. ശത്രുക്കളെ പോലും മിത്രമാക്കുന്ന തരത്തിലുള്ള പ്രസൻറ്റേഷനുകൾ അവർ കൊടുക്കും. പത്രക്കാർക്കായാലും ഒരു നിർലോഭമായിട്ട്, ഒരു പക്ഷേ ഗവർണർക്ക് പോലും നിർലോഭമായിട്ട് ഫ്രീബീസ് എന്ന് പറയാൻ പറ്റില്ല കാര്യങ്ങൾ. ഇപ്പോൾ ലഡു ആണെങ്കിലും, ഉത്സവങ്ങളുടെ അനുസരിച്ചുള്ള ലഡു ആണെങ്കിൽ ലഡു, അവിടുത്തെ സന്ദേശമാണെങ്കിൽ സന്ദേശം. ഈ സന്ദേശം എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടിയാണ്. സന്ദേശം അവിടുത്തെ മധുരപലഹാരം, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ലോറി കണക്കിന് ഒരു ലോകം. എനിക്ക് തോന്നുന്നത് ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നത്. അല്ല, ഈ ഭദ്രാലോകിനെ അവർ പ്രീതിപ്പെടുത്തി നിർത്തിയിരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള പുരസ്കാരങ്ങൾ, ഈ ലഡുവും ജിലേബിയും പുരസ്കാരങ്ങൾ. അവിടെ പുരസ്കാരങ്ങൾ കൊടുക്കുക, അംഗീകാരങ്ങൾ കൊടുക്കുക, അവർക്ക് വേദികൾ ഉണ്ടാക്കി കൊടുക്കുക, കലാകാരന്മാർക്കും സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തൊക്കെ പോയി പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുക. ഇങ്ങനെയാണ് അവരെ നിലനിർത്തിയിരുന്നത്. പക്ഷെ അതും ഇപ്പോൾ അതത്ര വളരെ സജീവമായിട്ട് നടക്കുന്നില്ല. ബദലായിട്ട് ഒരു ഭാഗം കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൾച്ചറൽ സെൻറ്റർ ഒരു EZCC ഈസ്റ്റേൺ സോൺ കൾച്ചറൽ സെൻറ്റർ, അതിൻ്റെ
ചെയർമാനായിട്ട് ബംഗാൾ ഗവർണറെ വെച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ സോണിൻ്റെ 7 സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ അത് ബദൽ കണ്ടെത്തിയവർ അത് കണ്ടെത്തിയിട്ട് അപ്പോൾ ഈ 7 സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്നുള്ള കലാകാരന്മാരുടെ പരിപാടികൾ അവതരിപ്പിക്കുക, അവിടെ നിന്നുള്ള പരിപാടി ഇവിടെ അവതരിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഭദ്രാലോകിനെയും BJP കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് പാർട്ടി പരിപാടിയായിട്ട് നടന്നതല്ല. ഗവൺമെന്റ് തീരുമാനം. പക്ഷേ ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. ഇവിടെ സൗത്ത് സോണിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് തമിഴ്നാട് ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഗവർണറായിട്ട് വന്നിരിക്കുന്നത്. CN രവി അല്ലേ? അതെ, RN രവി. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഈസ്റ്റേൺ സോൺ കൾച്ചറൽ സെന്ററിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാലോകിൽ നല്ലൊരു ഭാഗം കലാകാരന്മാരെ, സാംസ്കാരിക പ്രവർത്തകരെ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണോ വീക്കായിട്ടുള്ളത് അതെല്ലാം ശരിയാക്കി കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് അത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് നികത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിൻ്റെ ഫലങ്ങളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രതിഫലിക്കും അവിടെ BJPയുടെ വളർച്ചയെ ഉണ്ടാക്കുന്നത്. ഈ 2ാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭദ്രാലോക് ഉൾപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് TMCക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഇലക്ഷൻ നടക്കുന്ന പ്രദേശങ്ങൾ. അവിടെ നിന്ന് മാക്സിമം വോട്ട് ശേഖരിക്കുക എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 110 മണ്ഡലങ്ങൾ കഴിഞ്ഞ 1ാം ഘട്ടത്തിൽ കിട്ടിയാൽ പോലും, അതാണ് അമിത്ഷാ ഉന്നയിക്കുന്ന അവകാശവാദം. എന്നാൽ പോലും 148 സീറ്റ് വേണം അവിടെ ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ ബാക്കി സീറ്റ് ഇവിടുന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊരു തരംഗം, അതിനാണ് ഈ ഒരു വേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഈ മമതയുടെ അഴിമതി ഭരണം, അക്രമം, പിന്നെ ഇതിലെ ഭരണത്തിലെ കഴിവില്ലായ്മകൾ, ഈ നുഴഞ്ഞുകയറ്റം, ബംഗ്ലാദേശികളെ നുഴഞ്ഞുകയറ്റി അവരുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ ശ്രമം, ഇതെല്ലാം ആയുധമാക്കിയിട്ടാണ് ഇപ്പോൾ അമിത്ഷാ നല്ല രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.